നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം എണ്ണുക തപാൽ വോട്ടുകളാണ്. 15,000 ഉദ്യോഗസ്ഥർ സജ്ജമായി. 85 മുകളിൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. തുടർ ഭരണം കിട്ടുമെന്ന് LDFും കരുതുന്നു. അതേസമയം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. തരംഗമെങ്കിൽ 100 സീറ്റ് വരെ കിട്ടി അധികാരത്തിലെത്തും എന്നാണ് UDFിന്റെ പ്രതീക്ഷ. ഏത് സാഹചര്യത്തിലും 80 മുകളിൽ സീറ്റ് UDF ഉറപ്പിക്കുന്നു. എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ച ഭരണമാറ്റം പ്രതിപക്ഷ നിരയെ ആവേശം കൊള്ളിക്കുകയാണ്. അതേസമയം എക്സിറ്റ് പോളുകൾ തള്ളുന്ന LDF ഭരണ തുടർച്ചയെന്ന പ്രതീക്ഷയിലാണ്. 75 സീറ്റ് വരെ കിട്ടുമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ നിയമവും കഴക്കൂട്ടവും ഉറപ്പിക്കുന്ന BJP ഏതാനും ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ജയവും പ്രതീക്ഷിക്കുന്നു. നേമത്തെ ജയം BJPക്ക് ഏറെ പ്രധാനമാണ്. എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി അണ്ടേക്കാട്ട് പീടികയിൽ അബ്ബാസിന്റെ മകൻ അബു താഹിർ ആണ് മരിച്ചത്. 31 വയസ്സാണ്. ഇന്ന് രാവിലെ 7:30ഓടെ ഫൊറോന പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. രാവിലെ നടക്കുവാൻ ഇറങ്ങിയതായിരുന്നു അബു താഹിർ. റോഡരികിലൂടെ നടക്കുമ്പോൾ പുറകിലൂടെ അമിത വേഗത്തിൽ വന്ന ഇന്നോവ കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയ അബു താഹിറിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കാർ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലെ PROയാണ് അബു താഹിർ. ഇന്ധനവില ഉടൻ കൂട്ടുമെന്ന അഭ്യൂഹം ശക്തം. എണ്ണ കമ്പനികൾ സമ്മർദ്ദം തുടരുകയാണ്. കമ്പനികൾ വലിയ നഷ്ടം നേരിടുന്നുവെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന വില വർധനയുടെ സൂചനയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. സാമ്പത്തിക വിശകലന ഏജൻസിയായ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിന്റെ റിപ്പോർട്ട് പ്രകാരം തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പെട്രോൾ ഡീസൽ വില ഉയരാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 നിൽക്കുന്ന സാഹചര്യത്തിലാണിത്. എന്നാൽ പെട്രോളിയം മന്ത്രാലയം ഈ റിപ്പോർട്ടുകളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില വർധനവിന് യാതൊരു നിർദ്ദേശവും പരിഗണനയിൽ നിന്നും ഇത്തരം വാർത്തകൾ ജനങ്ങളിൽ ഭയവും ആശങ്കയും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതും വഞ്ചനാപരവുമാണെന്നുമാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഗ്യാസ് വില വർധനയ്ക്കെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പിലാവ് യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തി. പെരുമ്പിലാവ് സെന്ററിൽ നടന്ന പ്രതിഷേധത്തിൽ KU കബീർ അധ്യക്ഷത വഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. അലിയാർ, റിയാസ്, ജെറിൻ, ഷിബിൻ, അബൂബക്കർ, കമറുദ്ദീൻ, കാസിം, യൂസഫ്, ഷാഹുൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ടിക്ടോക്ക് അഷ്റഫ് സ്വാഗതവും റാഷിദ് TK നന്ദിയും പറഞ്ഞു. 4 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന വയലത്തൂർ താമരക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ദ്രവ്യകലശവും സമാപിച്ചു. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ഉപദേവതയ്ക്കുള്ള ഒറ്റക്കലശം തുടങ്ങിയ വിശേഷാൽ പൂജകളുണ്ടായി. ക്ഷേത്രം തന്ത്രി മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി ഉണ്ണികൃഷ്ണൻ സഹകാർമ്മികനായി. തുടർന്ന് 11 മണിയോടെ ആരംഭിച്ച പ്രസാദഊട്ടിൽ 1500 ആളുകൾ പങ്കെടുത്തു. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പ്രാദേശിക കമ്മിറ്റികളുടെ പൂരം വരവ്, എല്ലാ ദിവസവും വൈകിട്ട് അന്നദാനവും പ്രദേശവാസികളുടെയും വിവിധ കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. പെരുമ്പിലാവ് മാർ ഒസ്താത്തിയോസ് ട്രെയിനിംഗ് കോളേജ്, IQAC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന NSS 316 യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സഹയാത്ര മെയ് 6 മുതൽ 12 വരെ കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്ത് മാസ്റ്റർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ക്യാമ്പിന്റെ മുന്നോടിയായി കടവല്ലൂർ സ്കൂളിൽ സംഘാടക സമിതി രൂപീകരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വർഗീസ് PI അധ്യക്ഷത വഹിച്ചു. MOTC മാനേജർ ഗ്രിഗറി P ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റംഷിയ, 1ാം വാർഡ് മെമ്പർ ബിന്ദു AP, 15ാം വാർഡ് മെമ്പർ റസാഖ്, MPTA പ്രസിഡന്റ് ജാസ്മിൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദർശന, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ശ്രീകുട്ടൻ, MOTC സ്റ്റാഫ് സെക്രട്ടറി നിഷ, GTA അംഗം ഗോപിനാഥ് തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി രക്ഷാധികാരികളായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, ഹസീന അഷ്റഫ്, ഗ്രിഗറി P ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റംഷിയ, GTA വൈസ് പ്രസിഡന്റ് ഉല്ലാസ്, വാർഡ് മെമ്പർ ബിന്ദു AF, കൺവീനർ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് PI
ചെയർമാൻ, അനാമിക ഗോപിനാഥ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. യുവത്വം ഗ്രാമത്തിന്റെ സമഗ്രതയ്ക്കായി എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടക്കും. ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ വി.സി. ബിനോജ് പദ്ധതി വിശദീകരിച്ചു. യോഗത്തിന് NSS പ്രോഗ്രാം ഓഫീസർ രാജി T.K. സ്വാഗതവും NSS സെക്രട്ടറി കൃഷ്ണേന്ദു നന്ദിയും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ തലയിൽ ചിഹ്നം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എരുമപ്പെട്ടി കുട്ടഞ്ചേരി സ്വദേശി രാഗേഷ്. ചെത്ത് തൊഴിലാളിയാണ് രാഗേഷ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ വിജയം പ്രതീക്ഷിച്ചാണ് ആഘോഷത്തിനായി തലയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളപ്പെടുത്തിയത്. രാഗേഷിന്റെ ആവേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. പാലുവായ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം റോഡരികിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പ്രദേശത്ത് മുള്ളൻ പന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു. സമീപകാലങ്ങളായി വന്യജീവികൾ മനുഷ്യവാസ മേഖലകളിലേക്ക് വ്യാപകമായി കടന്നുവരുന്നതും ആശങ്കയുണ്ട്. വന്യജീവികളെ സംരക്ഷിക്കുകയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തതിനായി ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് 10ാം വാർഡ് കൗൺസിലർ മെഹറൂഫ് ആവശ്യപ്പെട്ടു. പെരിങ്ങോട് ഷഹല ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന കണനായ്ക്കൽ പരേതനായ ചുമ്മാർ ഭാര്യ ചിന്നമ്മ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. സക്കറിയ, ഫാൻസി, ജെയ്സൺ, ബിജു എന്നിവർ മക്കളാണ്. പെരുമണ്ണൂർ പോസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന ചേരത്ത് വളപ്പിൽ മൊയ്തു നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം കൂറ്റനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഖദീജ ഭാര്യയും ഷാമില, ഷക്കീല, ഷജീർ എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.